വടക്കുംപുറം കേളപ്പനാശാൻ ചരിത്ര പഠനകേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ടൈറ്റസ് ഗോതുരുത്ത് രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് വി.കെ. കേളപ്പനാശാൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തി. വടക്കുംപുറം എസ്.എൻ.ഡി.പി ഹാളിൽ നടന്ന ചടങ്ങിൽ വി.എസ്. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കേളപ്പനാശാൻ ചരിത്ര പഠനകേന്ദ്രം വൈസ് പ്രസിഡന്റ് പൗരൻ വടക്കേപ്പറമ്പിലിന് ആദ്യ പ്രതി നൽകി. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും ചരിത്രകാരനുമായ പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്റർ പുസ്തകം പ്രകാശനം ചെയ്തു. ചടങ്ങിൽ സംഗീതനാടക അക്കാദമി അവാർഡ് ജേതാവ് കാന്തികൻ കൈതാരം വിനോദ് കുമാർ, ചേന്ദമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വി.എസ്. ജയപ്രകാശ് എന്നിവരെ ആദരിച്ചു. നിഷ മണിയപ്പൻ, ടി.എസ്. സന്തോഷ്, എ.എസ്. അനിൽകുമാർ, ജോയ് ഗോതുരുത്ത്, ലീന വിശ്വൻ, ഡോക്ടർ അജയ് എസ്. ശേഖർ, ജിജോ ജോൺ പുത്തേഴത്ത്, കൈതാരം വിനോദ് കുമാർ, ബെന്നി ജോസഫ്, പി.കെ. രമാദേവി, എ.എസ്. അബ്ദുൽ സലാം, അജിത് കുമാർ ഗോതുരുത്ത്, സി.പി. സുകുമാരൻ, ശിവൻ കെ.എസ്. എന്നിവർ സംസാരിച്ചു. ടൈറ്റസ് ഗോതുരുത്ത് പ്രതിസ്പന്ദനം നടത്തി. ടൈറ്റസ് ഗോതുരുത്ത് നിർവഹിച്ചിരിക്കുന്നു. അത് പറയുവാൻ എൻ്റെ കയ്യെഴുത്ത് പ്രതി വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച എനിക്ക് സാധിക്കും. അറിയപ്പെടേണ്ട അത്രയും അറിയപ്പെടാതെ പോയ ചരിത്രത്തിൻ്റെ പ്രമുഖ സ്ഥാനത്ത് രേഖപ്പെടുത്തപ്പെടുവാൻ അർഹതയുണ്ടായിട്ടും അതിനിടകിട്ടാതെ അവഗണിക്കപ്പെടുകയും വിസ്മരിക്കപ്പെടുകയും ചെയ്ത ഒരു സാമൂഹിക വിപ്ലവകാരിയുടെ കർമ്മമണ്ഡലത്തെ സമഗ്രമായി അപഗ്രഥനം ചെയ്തുകൊണ്ട് പല രേഖകളെയും ആസ്പദമാക്കിക്കൊണ്ട് പൂർത്തീകരിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഇത്. മറ്റൊരു സന്തോഷം ഇക്കാര്യത്തിൽ എനിക്കുണ്ട്. ആരെല്ലാം അവഗണിച്ചാലും വിസ്മരിച്ചാലും അദ്ദേഹം പിറന്ന നാട് അദ്ദേഹത്തെ വിസ്മരിച്ചു. ഇവിടെ എത്ര സ്മാരകങ്ങളുള്ളത്? കേളപ്പനാശാൻ മൈതാനം, കേളപ്പനാശാൻ സ്മൃതി കുടീരം, കേളപ്പനാശാൻ സാംസ്കാരിക കേന്ദ്രം, കേളപ്പനാശാൻ സ്മാരകം, പിന്നെ റോഡിന് പോലും പേരുണ്ട് കേളപ്പനാശാൻ. ഈ തരത്തിൽ ഓർമ്മയുടെ പ്രത്യക്ഷ പ്രതീകങ്ങൾ ഏതെങ്കിലും മഹാന്മാർക്ക് അഭിനയിച്ച നാട്ടിൽ കിട്ടിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ആ നിലയ്ക്ക് മുറ്റത്തെ പള്ളിക്ക് വെറും മണമല്ല, തികഞ്ഞ സൗരഭ്യം തന്നെയുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങളെ ഞാൻ പ്രശംസിക്കുന്നു. ഈ നാട്ടുകാരെ മുഴുവൻ അതിനെ ആദരിക്കേണ്ടവരെ ആദരിക്കുവാനായിട്ടുള്ള ശ്രമം ഒട്ടും പാഴാക്കാതെ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ടൈറ്റസ് ഗ്രന്ഥത്തിൽ വടക്കുംപുറം ഗ്രാമം ഇത് സാമ്പ്രദായിക രീതിയിലുള്ള ഒരു ജീവചരിത്രമല്ല. അതേസമയത്ത് ഇത് ജീവചരിത്രത്തിനും ചരിത്രത്തിനും റെഫറൻസ് ഗ്രന്ഥമാക്കാവുന്ന ഒന്നായി മാറും. വടക്കുംപുറം എന്ന ഗ്രാമത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ആ പേരിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ അർത്ഥം തുടങ്ങി വളരെ വിശദമായിട്ട് അതെല്ലാം വിശദീകരിച്ചതിന് ശേഷമാണ് പോകുന്നത്. അതുകൂടാതെ വടക്കുംപുറത്ത് ചേന്ദമംഗലത്ത് നടന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ സംഭവങ്ങളെക്കുറിച്ച് ആധികാരിക രേഖകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. വളരെ സന്തോഷപൂർവ്വവും സ്നേഹപൂർവ്വവും ടൈറ്റസ് എനിക്കൊന്ന് വായിക്കാനായിട്ട് കൈയെഴുത്ത് പ്രതി വായിക്കാൻ. അതുകൊണ്ട് ഓരോ വാക്കും ഞാനിതിലെ സശ്രദ്ധ വായിക്കാനാണ്. പ്രിന്റർക്ക് കൊടുക്കുന്നതിന് മുമ്പത്തെ കഥയാണ്. അത് വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ ജനിച്ച നാടിനെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ 100 കൊല്ലം മുമ്പ് ഇവിടെ ജനിച്ച കുറെ ആളുകളുണ്ട്. വളരെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മളിപ്പോ ഇന്നിങ്ങനെ നിൽക്കുന്നത്. അത്ര ചരിത്ര പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ അരങ്ങേറി എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് ചിലതൊക്കെ നമുക്കറിയാം, പക്ഷെ പലതും നമുക്ക് അറിഞ്ഞില്ലാത്തതുണ്ട്. ആ സംഭവത്തിന്റെ ഒരു സാഹിത്യത്തോടുകൂടിയും ചരിത്രത്തോടുകൂടി 100% സത്യസന്ധത പുലർത്തിയിട്ടുള്ള ഒരു ഗവേഷണ ഗ്രന്ഥം കൂടിയാണ് ഇതെന്ന് പറയാനാണ് ഞാനിത് ഈ അവസരം ഉപയോഗിക്കുന്നത്.